ഒരു പുതിയ കിടിലൻ വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നേക്കുന്നത്. ഹൊക്കാഗേസിനെ റാങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരു ക്വസ്റ്റ്യൻ വരും, ഇത്ര നാൾ നീ എവിടെ പോയെന്ന്. എനിക്കറിയാം ഗൈസ്, ഐ ആം സോറി. ഞാൻ വീഡിയോ മാക്സിമം കൺസിസ്റ്റന്റ് ആയിട്ട് ഇടാൻ നോക്കും, പക്ഷെ എന്തെങ്കിലുമൊക്കെ കാരണം വന്ന് അത് ഇടാൻ പറ്റാതായി പോവും. ഇനി മുതൽ ഞാൻ കൺസിസ്റ്റന്റ് ആയിട്ട് ഇടുമെന്ന് ഞാൻ പറയുന്നില്ല, കാരണം കുറേ വട്ടം ഞാൻ അങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ ഇട്ടിട്ടില്ല. അപ്പോൾ എന്തായാലും എന്നെ കണ്ട് പറ്റുന്ന പോലെ ഞാൻ വീഡിയോ ചെയ്യാം. നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യണം, അത്രേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സ് എല്ലാവരും ഇപ്പോൾ തന്നെ സബ് ചെയ്തേക്കുക. എന്നാൽ മാത്രമേ ഇതേപോലുള്ള വീഡിയോസ് എപ്പോഴെങ്കിലുമൊക്കെ വരത്തുള്ളൂ. ഓക്കെ, എങ്കിൽ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് ഒട്ടും തന്നെ ടൈം വേസ്റ്റ് ചെയ്യാണ്ട് വീഡിയോയിലോട്ട് പോവാം. ആദ്യമേ ഹൊക്കാഗസിനെ പറ്റി അറിയാത്തവർക്ക് വേണ്ടി ഇവരാരൊക്കെയാണെന്ന് ക്ലിയർ ആയിട്ട് നോക്കാം. നറൂട്ടോ സീരീസിൽ ഇഷ്ടം പോലെ വില്ലേജസ് ഉണ്ട്. ആ ഓരോ വില്ലേജിന്റെയും ഹെഡ്സിനെയാണ് കാഗെ എന്ന് പറയുന്നത്. അതിൽ സ്പെസിഫിക് ആയിട്ട് ഹിഡൻ ലീഫ് വില്ലേജിന്റെ ഹെഡിനെയാണ് ഹൊക്കാഗെ എന്ന് പറയുന്നത്. അതിൽ വീക്കസ്റ്റ് സ്ട്രോങ്സ്റ്റ് ആണെന്ന് ഇപ്പോൾ നോക്കാം. നമ്പർ 7 കക്കാഷി അറ്റാക്കയാണ്. കക്കാഷി അറ്റാക്ക് ഒരു പവർഫുൾ ഷിനോബിയാണ്. പിന്നെ എന്തുകൊണ്ടാണ് നമ്പർ 7 പ്ലേസിൽ ആഡ് ചെയ്തതെന്ന് വെച്ചാൽ, ഹൊക്കാഗെ ആവുന്ന സമയത്ത് കക്കാഷിക്ക് ശരിങ്കൻ കാണൂല. അതുകൊണ്ട് തന്നെ കക്കാഷിയുടെ പവർ ലെവൽസും മാസീവായിട്ട് ഡിക്രീസ് ആകും. കക്കാഷി മെയിനായിട്ട് ഫൈറ്റ് ചെയ്യുന്നത് തന്നെ ശരിങ്കൻ യൂസ് ചെയ്താണ്. കക്കാഷിനെ അറിയപ്പെടുന്നത് തന്നെ കക്കാഷി ഓഫ് ശരിങ്കൻ എന്നാണ്. എല്ലാവർക്കും ഇത് അറിയാം. ഇതെല്ലാം കൊണ്ട് തന്നെ കക്കാഷി കുറച്ച് വീക്കാണ്. എന്നാൽ പോലും കക്കാഷിക്ക് 1000 ജുത്സൂസ് അറിയാം. ഇതെല്ലാം കൊണ്ട് തന്നെ കക്കാഷി ഒരു ജോണിൻ ലെവൽ ഷിനോബി ആയിട്ട് നിൽക്കും. പക്ഷേ ഹൊക്കാഗെ പൊസിഷൻ എന്നൊക്കെ പറയുമ്പോൾ അത്ര പവർഫുൾ ആയിരിക്കണം. അതിന് കക്കാഷി അതിന് സൂട്ടബിൾ ആണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഇത് മാത്രമല്ല, ഇനി പറയാൻ പോകുന്ന എല്ലാ ക്യാരക്ടേഴ്സും കക്കാഷിനെക്കാളും ഫീറ്റ്സ് ഉള്ള ക്യാരക്ടേഴ്സ് ആണ്. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കക്കാഷി ഫാൻസ് ആരും കമന്റ് സെക്ഷനിൽ വന്ന് തെറി വിളിക്കല്, മനസ്സിലാക്കുക. ഇതാണ് ഫാക്ട്. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്പർ 6 നമ്മളെല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള സുനാഡെ. ഇപ്പൊ കുറെ പേര് വന്ന് ചോദിക്കും, കക്കാഷിനെക്കാളും പവർഫുൾ ആണോ സുനാഡെ എന്ന്. പക്ഷേ ഫാക്ട് അതാണ്. കാരണം സുനാഡെ ഒരു സെഞ്ചു ക്ലാൻ മെമ്പറാണ് സുനാഡെ. അത് മനസ്സിലാക്കുക. സുനാഡെ ഹീലിംഗ് ജുത്സു കൈകാര്യം ചെയ്യുന്ന ആളാണെങ്കിൽ പോലും സുനാഡയ്ക്ക് ചക്ര ലെവൽ ബാക്കിയുള്ള ഷിനോബീസിനെക്കാളും അധികമുണ്ട്. അത് ഫാക്റ്റാണ്. പെയിൻ ആർക്ക് എടുത്ത് നോക്കുവാണെങ്കിൽ അതിൽ വെച്ച് ആ ഒരു വില്ലേജിലുള്ള എല്ലാ ഷിനോബീസ് ആൻഡ് വില്ലേജസിനെയും സുനാഡെ ഒറ്റയ്ക്ക് നിന്ന് സമ്മനിങ് അനിമൽ യൂസ് ചെയ്ത് ഹീൽ ചെയ്യും. ഇത് വെച്ച് തന്നെ മനസ്സിലാക്കാം സുനാഡയുടെ ആ ഒരു ചക്ര ലെവൽ ഏത് റേഞ്ചിലാണെന്ന്. ഇതിന്റെ കൂടെ തന്നെ ഹീലിംഗ് എബിലിറ്റി, ഏതൊരു വലിയ ഇഞ്ചുറി ആയാലും ആ ഒരു ഇൻസ്റ്റന്റിൽ തന്നെ ക്യൂർ ചെയ്യാൻ സാധിക്കും. പിന്നീടുള്ള ഒരു ഒഫൻസീവ് ടെക്നിക്കാണ് ഡിസ്ട്രക്റ്റീവ് പവർ. ഏതൊരു വലിയ റോക്ക് ബൗൾഡറിനെയും പൊടിയാക്കി കളഞ്ഞിട്ടുണ്ട്. പറഞ്ഞ പോലെ ഇതെല്ലാം കൊണ്ടും പിന്നെ സുനാഡേന്റെ ഒരു ഫേവറേറ്റ് ക്യാരക്ടർ ആയതുകൊണ്ട് മാത്രം ഞാൻ ഈ ഒരു പൊസിഷനിൽ സുനാഡേനെ റാങ്ക് ചെയ്യുന്നു. അടുത്ത നോക്കാം, നമ്പർ 5 ദ വൺ ആൻഡ് ഓൺലി ഹിർസൺ സറുട്ടോബി. താത്ത വരാറ് കതറവിട പോറാറ്. എങ്ങനെ സാധിക്കുന്നു? എനിക്ക് ഒരൊത്തും പിടിയും കിട്ടുന്നില്ല നിന്റെ സറുട്ടോബിനെ ഇവിടെ റാങ്ക് ചെയ്യാനുള്ള മെയിൻ കാരണം സറുട്ടോബി ഒരു പവർഫുൾ ഷിനോബിയാണ്. ജിറ്റ്സൂസിനെ പറ്റി ഏറ്റവും കൂടുതൽ അറിവുള്ള ഷിനോബീസിൽ ഒരാളാണ് ഹിർസൺ സറുട്ടോബി. ഇത് മാത്രമല്ല, കക്കാഷിനെ പോലെ 1000 ജുത്സു പുള്ളിക്കും അറിയാമെന്നാണ് കുറെ റൂമേഴ്സും പറയുന്നത്. പുള്ളിയാണെങ്കിൽ 5 ടൈപ്സ് ഓഫ് ചക്ര നേച്ചർ യൂസ് ചെയ്യും: വാട്ടർ, വിൻഡ്, ഫയർ, എർത്ത് ആൻഡ് 2000 years later. ലൈറ്റ്നിങ്. ഇത് 5ഉമാണ് ഹിർസൺ യൂസ് ചെയ്യുന്നത്. ഇത് മാത്രമല്ലാതെ ഒരു പോയിന്റ് കൂടെ പറയാനുണ്ട്. ഇത്ര ഏജ് ആയിട്ടും ഹൊക്കാഗെ ആയിട്ട് നിൽക്കുന്ന ഒരേ ഒരു ക്യാരക്ടർ ഹിർസൺ മാത്രമാണ്. അതുകൊണ്ട് മാത്രം ഹിർസൺ ഈ ഒരു സ്പോട്ട് കൊടുക്കാം. നമ്പർ 4 ഗോസ് ടു ടോബിറാമ സെഞ്ചു, ദ ഫാദർ ഓഫ് ഓൾ ജുത്സു എന്നാണ് പുള്ളിനെ അറിയപ്പെടുന്നത്. ടോബിറാമയ്ക്ക് അങ്ങനെ ഒരു പേരുണ്ട്. നമ്മൾ കണ്ട ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള എല്ലാ ജുത്സുവിനെയും പടച്ചു വിട്ടത് പുള്ളിയാണ്. അത് കുറച്ചുകൂടെ മാസ്റ്റർ ചെയ്താണ് കുറെ പേരും യൂസ് ചെയ്യുന്നത്. അതിലൊരാളാണ് ഒറോച്ചിമാറു, പിന്നെ മിനാറ്റോ. ഫ്ലൈയിങ് റൈജിൻ ജുത്സു, പിന്നെ റീആനിമേഷൻ ജുത്സു. ഈ ഒരു ജുത്സു ഇല്ലെങ്കിൽ ഈ ഒരു സ്റ്റോറി തന്നെ മുന്നോട്ട് പോകത്തില്ല. ഇതുകൊണ്ട് തന്നെ പുള്ളിക്ക് ഈ ഒരു സ്പോട്ട് നമുക്ക് കൊടുത്തേ പറ്റൂ. അതുമാത്രമല്ല, ആനിമെ കണ്ടിട്ട് സിഗ്മയായിട്ട് ആക്ട് ചെയ്യുന്ന എല്ലാ ഫ്രണ്ട്സിനും ഒരു പെർഫെക്റ്റ് ഐഡലാണ് പുള്ളി. ടോപ്പ് 3 പ്ലേസിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ 3 ആരെന്ന് കാണുന്നതിന് മുന്നേ ഹോണറബിൾ മെൻഷൻ ആരൊക്കെയാണെന്ന് നോക്കാം. 2 ക്യാരക്ടേഴ്സ് ആണ് ഇതിൽ വന്നിട്ടുള്ളത്. ഒന്ന് ഷിക്കമാറു ആണ്. ഈ ഒരു ക്യാരക്ടർ ഹൊക്കാഗെ എന്ന കാര്യം ഒഫീഷ്യലായിട്ട് അനിമയിൽ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ക്യാരക്ടറിനെ സ്കിപ്പ് ചെയ്യാം. പിന്നെയുള്ള ഒരു ക്യാരക്ടറാണ് ഡാൻസോ. ഈ ഒരു ചെറ്റ ക്യാരക്ടറിനെ പറ്റി സംസാരിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് മിണ്ടാത്തത്. അതുമാത്രമല്ല, പുള്ളി ഒരു ഹൊക്കാഗെ അല്ലായിരുന്നു. സ്വയം പറഞ്ഞുകൊണ്ട് നടന്നെയാണ് പുള്ളി ഒരു ഹൊക്കാഗെ ആണെന്ന്. അതിനുള്ള ഫലം പുള്ളിക്ക് ആ ഒരു എപ്പിസോഡിൽ തന്നെ കിട്ടും. നമ്പർ 3 യെല്ലോ ഫ്ലാഷ് എന്നറിയപ്പെടുന്ന മിനാറ്റോ നാമിക്കാസെ. മോസ്റ്റ് ഹാൻഡ്സം, പവർഫുൾ ആൻഡ് ഇന്റലിജന്റ്. ഇങ്ങനെ പറഞ്ഞു പൊയ്ക്കൊണ്ടേയിരിക്കാം.
എല്ലാ അനിമെ എടുത്ത് നോക്കുമ്പോഴും ഒരു ക്യാരക്ടർ മാത്രം പെർഫെക്റ്റ് ആയിട്ട് കാണും. നറൂട്ടോയിൽ ആ ഒരു ക്യാരക്ടർ മിനാട്ടോ നാമികാസയാണ്. പുള്ളിയുടെ ഫീറ്റ്സിനെ പറ്റി നോക്കുവാണെങ്കിൽ ഏറ്റവും പവർഫുൾ ടെയിൽ ബീസ്റ്റ് ആയ കുറാമേനെ തന്നെ പുള്ളി സീൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ അനിമെ കണ്ട കാര്യമല്ല ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഇറങ്ങിയ മിനാറ്റോയുടെ ആ ഒരു മാങ്കയിൽ 13 വയസ്സിലാണ് മിനാറ്റോ ഇത് ചെയ്തിരുന്നത്. ഇതിൽ വലിയൊരു ഫീറ്റ്സ് ഇല്ല. ഓക്കെ, നമ്പർ 2 ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള സ്പോട്ടാണ് നമ്പർ 2. ഈ ഒരു സ്പോട്ട് കൊണ്ടുപോയത് നമുക്ക് എല്ലാവർക്കും അറിയാം ഏത് ക്യാരക്ടറാണെന്ന്. അതുകൊണ്ട് ഞാൻ സസ്പെൻസ് വെക്കുന്നില്ല. ദ ഗോഡ് ഓഫ് ഷിനോബി ഹഷിറാമ സെഞ്ചു. സത്യം പറഞ്ഞ ഈ ഒരു ക്യാരക്ടറിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു നറൂട്ടോ അനിമെ തന്നെ പോകുന്നത്. മെയിൻ ക്യാരക്ടറിന്റെ പേര് നറൂട്ടോ ആണെങ്കിൽ പോലും ഓരോ എപ്പിസോഡിലും ഈ ഒരു ക്യാരക്ടറിന്റെ റെഫറൻസ് ഉറപ്പായിട്ടും കാണും. കാരണം ഈ ഒരു ക്യാരക്ടർ വെറും പേരിന് മാത്രം പറയുന്നതല്ല, ഈ സീരീസിൽ ഈ ഒരു ക്യാരക്ടർ ഉറപ്പായിട്ടും ഒരു ഗോഡാണ്. പുള്ളിയുടെ ഫീറ്റ്സിനെ പറ്റി നോക്കുവാണെങ്കിൽ പുള്ളി സേജ് മോഡ് യൂസറാണ്, അതും വുഡ് സ്റ്റൈൽ. ഈ ഒരു സേജ് മോഡ് ജിറ്റ്സു യൂസ് ചെയ്ത് തന്നെ നറൂട്ടോയിലുള്ള 90% ഓഫ് ക്യാരക്ടേഴ്സിനെയും ഡിഫീറ്റ് ചെയ്യാൻ സാധിക്കും. ബാക്കിയുള്ളത് ചാക്ര കൺട്രോൾ, ചാക്ര നേച്ചർ, ഹീലിംഗ്, ഇങ്ങനെ കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. ഇതാണ് ഈ ക്യാരക്ടറിനെ ഈ സ്പോട്ടിൽ വെക്കാനുള്ള റീസൺ. ഓക്കെ, ഇനി നമ്പർ 1 പോവാം. ദ മെയിൻ ക്യാരക്ടർ അല്ലെങ്കിൽ പ്രോട്ടാഗണിസ്റ്റ് ഓഫ് ദ സീരീസ് എന്ന് പറയാം, നറൂട്ടോനെ പറ്റി ഞാൻ കുറേ കാര്യങ്ങൾ പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാം. എന്നാലും പറയാം, നറൂട്ടോ ഈ ഒരു പ്ലേസിൽ നിൽക്കാനുള്ള മെയിൻ റീസൺ പ്ലോട്ട് ആർമർ ഫോർ ദ മെയിൻ ക്യാരക്ടർ. ഇത് മാത്രമല്ല ടാക് നോ ജുറ്റ്സു. ഇത് രണ്ടും കൊണ്ട് തന്നെ നറൂട്ടോനെ ടോപ്പ് 1 പ്ലേസിൽ ഞാൻ ആഡ് ചെയ്യുന്നു. നോ ഹെയ്റ്റ് ഫോർ നറൂട്ടോ ഫാൻസ്. എൻ്റെ ഒരു ഐഡിയ, എൻ്റെ ഒരു തോട്ട് മാത്രമാണ് ഈ വീഡിയോ മുഴുവനായിട്ട് ഞാൻ പറഞ്ഞേക്കുന്നത്. സി യു ഇൻ അനദർ വീഡിയോ. മേ ബി അടുത്ത ഡെക്കേഡ് ആവാം. ഓക്കെ, സി യു. നീ ചിന്തിച്ച് തീരുന്നിടത്ത് ഞാൻ ചിന്തിച്ച് തുടങ്ങും. സീ യു സൂൺ.